ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നഴ്സിംഗ് ആസ്പിറൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡെയിലി MCQന്റെ 25ാമത്തെ പാർട്ടാണ് ഇന്ന്. ഇതിന് മുന്നേ ഉള്ള പാർട്സ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഡെയിലി 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ ഉടനെ തന്നെ വരാൻ പോകുന്ന നിംഹാൻസ് എക്സാമിനും പിന്നെ സെപ്റ്റംബറിലത്തേക്ക് കാണുമെന്ന് വിചാരിക്കുന്ന നോർസെറ്റ് എക്സാം, നെയിംസ് നോർസെറ്റ് എക്സാമിനും DME എക്സാമിനും നഴ്സിംഗ് ട്യൂട്ടറിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇപ്പോൾ കറന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. സബ്ജക്ട്സുകൾ മാറ്റി മാറ്റി നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സജഷൻസോ കറക്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നഴ്സിംഗ് ആസ്പിറൻസിന്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നഴ്സിംഗ് ആസ്പിറൻസ് ട്രിവാൻഡ്രം എന്നാണ് യൂസർ നെയിം. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കയറാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതുവഴിയും കയറാം. ഓക്കെ, ജോയിൻ ചെയ്യുക. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകൾ ചോദിക്കാനും മാക്സിമം കിട്ടുന്ന ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനും അത് നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ വളരെയധികം യൂസ്ഫുള്ളും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നഴ്സ് ഈസ് കെയറിംഗ് for a client scheduled for repair of an abdominal aortic aneurysm. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഉള്ള MCQ ഡിസ്കഷനിൽ അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇപ്പൊ ക്ലിയർ ആയിട്ട് അറിയായിരിക്കും അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം എന്താണ്, അയോട്ടിക് അനൂറിസം എന്താണ്, അതിൽ അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം എന്താണ്, അതിൽ എന്തൊക്കെ ടൈപ്സുകളുണ്ട്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ടൈപ്സ് പറയുന്നത്, അതിന് എന്തൊക്കെയാണ് മാനേജ്മെന്റ്, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ് 2-3 ക്ലാസ് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസത്തിന് റിപ്പയർ ചെയ്യാൻ, സർജറി ചെയ്യാൻ തീരുമാനിച്ച ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിന്റെ പ്രീ ഓപ്പ് അസസ്മെന്റ്, അതായത് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് സർജറിക്ക് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ലെവൽ ഓഫ് ആൻസൈറ്റി, സെക്കൻഡ് ഓപ്ഷൻ എക്സസൈസ് ടോളറൻസ്, തേർഡ് ഓപ്ഷൻ ക്വാളിറ്റി ഓഫ് പെരിഫറൽ പൾസസ്, ഓപ്ഷൻ ഡി ഫോർത്ത് ഓപ്ഷൻ ബവൽ സൗണ്ട്സ്. ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി പെരിഫറൽ പൾസസ്. ബാക്കിയുള്ളതും ഇമ്പോർട്ടന്റ് ആണെങ്കിലും നോക്കാറുണ്ടെങ്കിലും പക്ഷെ പെരിഫറൽ പൾസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് അതവിടെ ഇമ്പോർട്ടന്റ് ആകുന്നത് നമ്മൾ ഇതിനടുത്ത് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കോളൂ. And answer എന്താണ്? Assessment of quality of peripheral pulses is most important because the aorta is clamped during abdominal aortic aneurysm repair. Okay, അപ്പൊ ഇതാണ് നമ്മുടെ അനൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആർട്ടറീസ് അബ്നോർമൽ ആയിട്ട് ഡയലേറ്റ് ചെയ്യുന്നതാണ്. ആർട്ടറി വോളിന്റെ വീക്കനിങ് കാരണമോ ഹൈ പ്രഷർ കാരണമോ എന്തെങ്കിലും കാരണങ്ങൾ കാരണം അവന്റെ വോള് ആർട്ടറി വോൾസ് ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരുന്നതിനാണ് അനൂറിസം എന്ന് നമ്മൾ പറയുന്നത്. മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ വീക്കനിങ് ഓഫ് ആർട്ടറി വോൾ ആണ് അല്ലെ. ഓക്കെ, അപ്പോൾ അതാണ് അനൂറിസം. അപ്പൊ അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചാണ് നമ്മളിവിടെ അനൂറിസത്തിന്റെ ലൊക്കേഷൻ പറയുന്നത്, ടൈപ്സ് പറയുന്നത്. അയോട്ടയിൽ ആവുമ്പോൾ തന്നെ അയോട്ടിക് അനൂറിസം എന്ന് പറയും. അയോട്ടയിൽ തന്നെ അതിപ്പോ തൊറാസിക് അയോട്ടയിലാണെങ്കിൽ ഇവിടെ കണ്ടോ, തൊറാസിക് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട കഴിഞ്ഞ് താഴോട്ട് വരുന്ന ഈ ഡിസെൻഡിങ് അയോട്ടയിൽ ആദ്യത്തെ പാർട്ടിനെയാണ് തൊറാസിക് പാർട്ട് എന്ന് പറയുന്നത്. ഈ തൊറാസിക് അയോട്ടയിലാണ് അബ്നൂറിസം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ തൊറാസിക് അനൂറിസം എന്നും, ഇനി അബ്ഡോമിനൽ അയോട്ടയിലാണ്, അബ്ഡോമിനൽ പാർട്ട് ലോവർ പാർട്ട് അബ്ഡോമിനൽ അയോട്ടയിലാണ് അനൂറിസം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം എന്നും പറയും. ഇനി ഇതിന്റെ ഷേപ്പ് അനുസരിച്ച് അതിനെ ട്രൂ അനൂറിസം, ഫോൾസ് അനൂറിസം, സാക്കുലാർ, ഫ്യൂസിഫോം, ഡിസെക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ ടൈപ്സ് ഉണ്ട്. നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിന് 2 തരം റിപ്പയർ ആണുള്ളത്, സർജറി റിപ്പയർ ആണുള്ളത്. ഒന്ന് ഓപ്പൺ റിപ്പയറും ഒന്ന് എൻഡോവാസ്കുലർ റിപ്പയറും. ഒന്ന് നമ്മുടെ അയോട്ട നമ്മുടെ അനൂറിക് ആയിട്ടുള്ള ഏരിയ എക്സ്പോസ്ഡ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് അവിടെ സ്റ്റെന്റ്, സിന്തറ്റിക് ഗ്രാഫ്റ്റ് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നു. അതാണ് ഓപ്പൺ റിപ്പയർ എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ നമ്മുടെ എൻഡോവാസ്കുലർ റിപ്പയർ ഉണ്ട്. സ്റ്റെന്റ് വാസ്കുലർ ആർട്ടറി വഴി ഇൻസേർട്ട് ചെയ്ത് കറക്റ്റ് ലൊക്കേഷൻ വെച്ചിട്ട് ഓപ്പൺ അല്ലാതെ ഇൻസേർട്ട് ചെയ്ത് സ്റ്റെന്റ് പ്ലേസ് ചെയ്ത് അവിടെ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആക്കുന്നു. അങ്ങനെ 2 തരത്തിലുണ്ട്, ഓപ്പൺ റിപ്പയറും എൻഡോവാസ്കുലർ റിപ്പയറും. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സർജറിക്ക് മുന്നേ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണമെന്നത്, സർജറി ഏത് ടൈപ്പ് തന്നെയായാലും നമ്മൾ എന്ത് ചെയ്യും? ഈ സർജറി ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും? നമ്മുടെ അബ്ഡോമിനൽ അയോട്ടയുടെ ഇവിടെ ക്ലാമ്പ് ചെയ്യും അല്ലെ. അബ്ഡോമിനൽ അയോട്ടയുടെ മുകൾ ഭാഗം വെച്ച് ക്ലാമ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ സർജറി ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് എന്നുള്ളത് നമ്മുടെ അവിടെ ക്ലിയർ ആയിട്ട് സർജറി ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യും? കിഡ്നിയിലോട്ടും ലോവർ പാർട്ടിലോട്ടൊക്കെ ഉള്ള എന്ത് ചെയ്യും? ബ്ലഡ് സപ്ലൈ അവിടെ കുറയും.
അങ്ങനെ വരുമ്പോൾ എന്തിനുള്ള ചാൻസ് ഉണ്ട്? കൂടുതൽ കിഡ്നി പ്രോബ്ലംസോ അല്ലെങ്കിൽ ലോവർ എക്സ്ട്രിമിറ്റീസിലുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണമുള്ള പ്രോബ്ലംസോ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രീ ഓപ്പറേറ്റീവ് തന്നെ സർജറി ചെയ്യുന്നതിന് മുന്നേ തന്നെ പേഷ്യന്റിന് പ്രോപ്പർ എല്ലാം പെരിഫറൽ പൾസ് എല്ലാം ഓക്കെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷമാണ് നമ്മൾ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പേഷ്യന്റ് ഓക്കെ ആണെങ്കിലാണ് സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സർജറി ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ആയിരിക്കും. അതുകൊണ്ടാണ് എക്സ്ട്രിമിറ്റീസിലെ പൾസസ്, പെരിഫറൽ പൾസസ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. എക്സ്പെഷ്യലി ലോവർ എക്സ്ട്രിമിറ്റീസിലെ പൾസസ് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ടൈപ്പ്, the dysarrhythmia most commonly seen during tracheal suctioning. Suction ചെയ്യുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡിസറിത്മിയ ഏതാണ്? അപ്പൊ ഹാർട്ട് റേറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇസിജിയിൽ ഉണ്ടാകുന്ന എന്ത് വേരിയേഷൻ ആയിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ട്രക്കിയൽ സക്ഷനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉടനെ ഓർമ്മ വേണം ബ്രാഡികാർഡിയാണ് ഉണ്ടാകുന്നത്. കാരണം അവിടെ വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുകയാണ്. ക്രാനിയൽ നെർവിലെ 10th നെർവ് എന്നറിയപ്പെടുന്ന വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുകയും അവിടെ പേഷ്യന്റിന് ബ്രാഡികാർഡി ഉണ്ടാകുകയും ചെയ്യുന്നു. ഹാർട്ട് റേറ്റ് കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കുക. ട്രക്കിയൽ സക്ഷനിങ്, ബ്രാഡികാർഡിയ. ഓക്കെ, അപ്പോൾ നമുക്ക് suctioning can cause a vagal response, lowering the heart rate and causing bradycardia. അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, നമ്മുടെ ക്രാനിയൽ നെർവ്സിൽ നിന്ന് വരുന്ന 10th ക്രാനിയൽ നെർവായ വാഗസ് നെർവ് ഇവിടെ വന്നിട്ട് ത്രോട്ടിന്റെ ഭാഗത്തോട്ടും അതിന്റെ ബ്രാഞ്ചസ് പോകുന്നുണ്ട്. അപ്പൊ ഈ ത്രോട്ടിന്റെ നമ്മുടെ ട്രക്കിയയുടെ ഭാഗത്ത് വാഗസിന്റെ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ട്രക്കിയോസ്റ്റമിയിലൂടെ നമ്മൾ സക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? അവിടെ ഈ വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആകുകയും അതിന്റെ ഫലമായിട്ട് ഹാർട്ട് റേറ്റ് കുറയാനും ബ്രാഡികാർഡിയ ഉണ്ടാകാനും ചാൻസ്. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ വാഗസ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് വാഗസ് നെർവ് ഏതൊക്കെ ഓർഗൻസിലോട്ടൊക്കെ പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, റെക്ടൽ സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റാത്ത പേഷ്യന്റ് ഏതാണ്, റെക്ടൽ സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റുന്ന പേഷ്യന്റ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഏതൊക്കെ ഓർഗൻസിലോട്ട് വാഗസ് നെർവ് സപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു ഡയഗ്രാം നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, the nurse is performing discharge teaching for a client with implanted defibrillator. Defibrillator ടൈപ്പ് അറിയാലോ, ഇംപ്ലാന്റഡ് defibrillator എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. അതെന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഇലക്ട്രിക് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്ത് കൺട്രാക്ഷൻ കൂട്ടി എന്ത് ചെയ്യുന്ന അവിടെ നോർമൽ ഹാർട്ട് റേറ്റ് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഇംപ്ലാന്റഡ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്താണ് ഡിവൈസ് വിടുന്നത് അല്ലെ പേഷ്യന്റ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് ഡീഫിബ്രിലേറ്റർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യന്റിനോട് നമ്മൾ എന്ത് കാര്യമാണ് പറഞ്ഞു വിടേണ്ടത്, എന്ത് കാര്യമാണ് ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു വിടേണ്ടത്. ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, യു കനോട്ട് പ്രിപ്പയർ ഫുഡ് ഇൻ മൈക്രോവേവ്. മൈക്രോവേവിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യരുത്. യു ഷുഡ് അവോയ്ഡ് ഷോൾഡർ മൂവ്മെന്റ് ഓൺ ദ സൈഡ് ഓഫ് ഡീഫിബ്രിലേറ്റർ ഫോർ 6, അതായത് ഏത് സൈഡിലെ ഷോൾഡറിലാണോ ഏത് സൈഡിലാണോ ഡീഫിബ്രിലേറ്റർ പ്ലേസ് ചെയ്തിരുന്നത് ആ സൈഡിലെ ഷോൾഡർ മൂവ്മെന്റ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഫോർ 6 weeks, 6 ആഴ്ചത്തേക്ക് നമ്മളിവിടെ ഷോൾഡർ മൂവ് ചെയ്യാൻ പാടില്ല. യു ഷുഡ് യൂസ് യുവർ സെൽ ഫോൺ ഓൺ യുവർ റൈറ്റ് സൈഡ്. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ സെൽഫോൺ യൂസ് ചെയ്യേണ്ടത്. യു വോണ്ട് ബി ഏബിൾ ടു ഫ്ലൈ ഓൺ കൊമേഴ്ഷ്യൽ എയർലൈനർ വിത്ത് ആൻ ഇംപ്ലാന്റഡ് ഡീഫിബ്രിലേറ്റർ. എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്? എയർലൈനറിലൊന്നും ഒരു എയർപ്ലെയിനിലോ ഒന്നും പറക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ സി, സെൽഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. സെൽഫോൺ യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ എഫക്റ്റ് എവിടെയാണോ ഇംപ്ലാന്റ് ചെയ്യുന്നത് ആ സൈഡിൽ നമ്മൾ കഴിവതും സെൽഫോൺ അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം മെയിൻലി നമ്മൾ പറയുന്നത് സെൽഫോൺ നമ്മുടെ അടുത്ത് അധിക സമയം വയ്ക്കാതിരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും ഇൻസ്ട്രക്ട് ചെയ്യാറുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? സെൽഫോണിൽ നിന്നുള്ള അതൊരു ഇലക്ട്രോണിക് ഡിവൈസ്. ഇംപ്ലാന്റഡ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഒരു ബാറ്ററി ഡിവൈസ് ആണ്. സെൽഫോൺ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ഉള്ളതും അതുപോലെ ഒരു ഇലക്ട്രിക് ഡിവൈസസുമാണ്. അപ്പൊ ഇതിന്റെ രണ്ട് വേവ്സ് കാരണം എന്ത് ചെയ്യാം? ഇതിന്റെ ഡീഫിബ്രിലേറ്ററിന്റെ ഫംഗ്ഷൻസ് വേരി ചെയ്യാൻ, ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സെൽഫോൺ എപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, the client with an implanted defibrillator should use cell phone or any battery operated devices on the right side or the side opposite the implanted device. അതായത് യൂഷ്വലി നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ഇംപ്ലാന്റ് ചെയ്യാറുള്ളത്, ഡീഫിബ്രിലേറ്റർ ഇംപ്ലാന്റ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ റൈറ്റ് സൈഡ് സെൽഫോൺ യൂസ് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് അധികം യൂസ് ചെയ്യരുത്. അതുപോലെ റൈറ്റ് സൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യണം.
ഓക്കെ. അതുപോലെ ക്ലയന്റ് ഷുഡ് ഓൾസോ ചെക്ക് ദ പൾസ് റേറ്റ് ആൻഡ് റിപ്പോർട്ട് ഡിസ്നസ് ആൻഡ് ഫെയിൻറ്റിങ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡീഫിബ്രിലേറ്റർ ഇംപ്ലാന്റ് ചെയ്ത പേഷ്യന്റ് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പൾസ് റേറ്റ് ചെക്ക് ചെയ്യണം. ഡിസ്നസോ ഫെയിൻറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഉടനെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പേഷ്യന്റിനോട് പോകുന്ന വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് വിടുന്ന സമയത്ത് നമ്മൾ ടീച്ച് ചെയ്ത് വിടേണ്ടത്. ഓക്കെ. ഇത് നമ്മുടെ ഡീഫിബ്രിലേറ്റർ, ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ കണ്ടോ, ഇംപ്ലാന്റ് ഡീഫിബ്രിലേറ്റർ ആണിത്. ഇതൊരു ബാറ്ററി ഡിവൈസ് ആണ്. always monitoring your heart rhythm via leads. ഇതിന്റെ ലീഡ്സ് വഴി നമ്മുടെ ഹാർട്ട് റിതം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ ട്രീറ്റ് സ്ലോ ഹാർട്ട് റേറ്റ് ആസ് വെൽ ആസ് ഫാസ്റ്റ് ഹാർട്ട് റേറ്റ്സ്. എന്ത് ചെയ്യും, ഹാർട്ട് റേറ്റ് നോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഈ ഒരു ഡീഫിബ്രിലേറ്റർ സഹായിക്കും. എങ്ങനെയാണോ നോർമൽ കൂടിക്കഴിഞ്ഞാൽ ഉടനെ അത് ആക്റ്റീവ് ചെയ്ത് ഹാർട്ട് റേറ്റ് കുറയ്ക്കാനും, ഹാർട്ട് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാനും സഹായിക്കും. അതിന്റെ ഇമ്പൾസസ് ചെന്നിട്ട്. ഓക്കെ. അതിന് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് എന്താ പറയുക, ഒരു പേസ് മേക്കർ പോലെ അല്ലെ. Next, fourth question. 6 hours after birth, the newborn is found to have swelling over the right parietal area. റൈറ്റ് പരേറ്റൽ ഏരിയ അറിയാലോ, ഫ്രണ്ടൽ ലോബ് പരേറ്റൽ ലോബ് എന്ന് പറയുമ്പോൾ ബോണുകൾക്ക് പേരുള്ളത് അറിയാം. അപ്പൊ അതിൽ പരേറ്റൽ ഏരിയയിൽ, റൈറ്റ് പരേറ്റൽ ഏരിയയിൽ കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞ 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, കുഞ്ഞിന് സ്വെല്ലിംഗ് ഉണ്ടായി. ദാറ്റ് ഡസ് നോട്ട് ക്രോസ് ഫ്യൂച്ചർ ലൈൻ. ഫ്യൂച്ചർ ലൈനെ ക്രോസ് ചെയ്യുന്നില്ല. ഫ്യൂച്ചർ ലൈൻ ക്രോസ് ചെയ്യാതെ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് ആണ്. ദ നഴ്സ് ഷുഡ് ചാർട്ട് ദിസ് ഫൈൻഡിങ് ആസ്. ഇതിന് എന്താണ് പേര് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെഫലോ ഹെമറ്റോമ, ക്യാപിഡ് സക്സിനം, അല്ലാതെ സബ്ഡ്യൂറൽ ഹെമറ്റോമ, എപ്പിഡ്യൂറൽ ഹെമറ്റോമ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ സെഫലോ ഹെമറ്റോമയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഫ്യൂച്ചർ ലൈൻ ക്രോസ് ചെയ്യാതെ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്ത് ചെയ്യും, നോർമലി അങ്ങനെ സെഫലോ ഹെമറ്റോമ ഉണ്ടായി കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് റിവേർട്ട് ആകും, സ്വെല്ലിംഗ് അവിടെ റെഡ്യൂസ് ആകും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സെഫലോ ഹെമറ്റോമ എന്താണ്, ക്യാപിഡ് സക്സിനം എന്താണ്, അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. Okay. Swelling over the right parietal area of the newborn that does not cross the suture line describes cephalohematoma. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന്, ഫസ്റ്റ് വൺ ക്യാപിഡ് സക്സിഡിനം ആണ്. അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ സാജിറ്റൽ സ്യൂച്ചർ അവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ എഡിമ ഉണ്ടാകുന്നത് ഏതൊക്കെ ലെയറിന് ഇടയ്ക്കാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. there is edema between scalp and periosteum. അതായത് നമ്മുടെ ക്രാനിയത്തിന് പുറമേ ഉള്ള ലെയർ ആണ് എന്താന്ന് പറയുന്നത്, പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്, ബോണിന് പുറമേയുള്ള ലെയർ. അപ്പൊ അതിന് പെരിയോസ്റ്റിയത്തിനും പുറമേയുള്ള സ്കാൽപ്പിനും ഇടയിൽ ഉണ്ടാകുന്ന എഡിമയും ഈ ക്രോസസ് ഫ്യൂച്ചർ ലൈൻ, അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ക്യാപിഡ് സക്സിനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാം. ഇനി എന്താണ് സ്വെല്ലിംഗ് ക്രോസസ് ഫ്യൂച്ചർ ലൈൻ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ ബർത്ത് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ സെവറൽ ഡേയ്സ്. ഒന്നുകിൽ കുറച്ച് സമയം മുമ്പ്, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു സ്വെല്ലിംഗ് അവിടെ റിവേർട്ട് ആകും, ഡിസപ്പിയർ ആകും. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഇത് ക്രോസസ് ഫ്യൂച്ചർ ലൈൻ ആണ്, അതൊരു പ്രോപ്പർട്ടിയാണ്. അത് പോയിട്ട് ഇത് എന്താണ്, എഡിമ കാണുന്നത് സ്കാൽപ്പിനും പെരിയോസ്റ്റിയത്തിനും ഇടയിലാണ്. ഇറ്റ്സ് കോൾഡ് ക്യാപിഡ് സക്സിനം. Okay, it disappears within few hours to several days. ഇനി സെഫലോഹെമറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ഫ്യൂച്ചർ ലൈൻ ക്രോസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ ബ്ലീഡിങ്, ഹെമറ്റോമ എന്ന് പറയുമ്പോൾ അവിടെ ബ്ലീഡിങ് ഉണ്ട്. അവിടെ ഈ എഡിമ അല്ലെങ്കിൽ ബ്ലീഡിങ്, സ്വെല്ലിംഗ് ഉണ്ടാകുന്നത് ഏതൊക്കെ ലെയറിന് ഇടയ്ക്കാണ്, പെരിയോസ്റ്റിയത്തിനും സ്കൾ ബോണിനും ഇടയിലായിട്ടാണ് ഇവിടെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹെമറ്റോമ ഫോം ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ക്യാപിഡ് സക്സിനം എന്ന് പറയുമ്പോൾ സ്കാൽപ്പും പെരിയോസ്റ്റിയത്തിനും ഇടയ്ക്കാണ്. നമുക്കറിയാം, നമ്മുടെ ഹെഡിലെ ലെയേഴ്സ് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, ഏറ്റവും പുറമെ സ്കാൽപ്പ്, അത് കഴിഞ്ഞിട്ടാണ് പെരിയോസ്റ്റിയം കഴിഞ്ഞിട്ട് അടുത്ത് ബ്രെയിനും, ക്രാനിയും, ബോണും ബ്രെയിനും ഒക്കെ വരുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്കാൽപ്പും പെരിയോസ്റ്റിയത്തിനും ഇടയ്ക്കുള്ള സ്വെല്ലിങ്ങിനെ ക്യാപിഡ് സക്സിനം എന്നും, പെരിയോസ്റ്റിയവും നമ്മുടെ സ്കൾ ബോണും തമ്മിൽ ഇടയ്ക്കുണ്ടാകുന്ന ഹെമറ്റോമയെ എന്ത് പറയും, സെഫൽ ഹെമറ്റോമ എന്നും പറയും. അവിടെ എന്താ പ്രത്യേകത, ഡസ് നോട്ട് ക്രോസ് ഫ്യൂച്ചർ ലൈൻ ക്രോസ് ചെയ്യുന്നില്ല. അതും എന്ത് ചെയ്യും, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ കഴിയുമ്പോൾ ഈ ഹെമറ്റോമ അവിടെ ഡിസപ്പിയർ ആകും. നോർമലി അവിടെ ഡിസപ്പിയർ ആകും. അപ്പൊ ഇതിന്റെ രണ്ട് ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എപ്പിഡ്യൂറൽ ഹെമറ്റോമ, സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്താന്ന് പറയാം. എപ്പിഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുമ്പോൾ നമ്മുടെ മെനിഞ്ചസ് ലേസിലെ ഡ്യൂറാമാറ്റർ
അരക്നോയിഡ് മാറ്റർ, പിയാ മാറ്റർ, അങ്ങനെ അറിയാലോ. പുറത്ത് നിന്ന് ഡ്യൂറാ മാറ്റർ, അടുത്തത് അരക്നോയിഡ് മാറ്റർ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് പിയാ മാറ്റർ. അപ്പൊ ഈ ഡ്യൂറാ മാറ്ററിന് പുറമെ വെളിയിലായിട്ട് കാണുന്ന ഹെമറ്റോമയാണ് എപ്യൂഡ്യൂറൽ ഹെമറ്റോമ എന്നും. ഇനി ഡ്യൂറാ മാറ്ററിനും ഉള്ളിലായിട്ട് സബ്ഡ്യൂറൽ സ്പേസ്, അതായത് സബ്ഡ്യൂറൽ സ്പേസ് എന്ന് പറയുമ്പോൾ ഡ്യൂറാ മാറ്ററിനും അരക്നോയിഡ് മാറ്ററിനും ഇടയിലുള്ള സ്പേസ് ആണ് സബ്ഡ്യൂറൽ സ്പേസ്. അവിടെ ഉണ്ടാകുന്ന ഹെമറ്റോമയാണ് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. ഇനി മോൾഡിംഗ് എന്താണ്? മോൾഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ഫീറ്റൽ സ്കൾ ബോൺസ് എന്ത് ചെയ്യും, അവിടെ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ്. മീൻസ് ഇൻസ്ട്രുമെന്റൽ ഡെലിവറി കാരണമോ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് പ്രഷർ കാരണമോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ബേബീസിനോ ഒക്കെ എന്ത് ചെയ്യും, അവിടെ മോൾഡിംഗ് സംഭവിക്കും. ഹെഡിന്റെ ഷേപ്പ് മാറാറുണ്ട് അല്ലെ. ഇങ്ങനെ കുഞ്ഞ് പുറത്തോട്ട് ഡെലിവർ ആയി വരുന്ന സമയത്ത് നോക്കുമ്പോൾ കുഞ്ഞിന്റെ തല കണ്ടോ, ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഇങ്ങനെ ബാക്കിലോട്ട് എന്ത് ചെയ്യുന്നു, പ്രൊട്രൂഡ് ചെയ്ത്, അല്ലെങ്കിൽ ഫ്ലാറ്റൻഡ് ഷേപ്പ് അല്ലെങ്കിൽ പ്രൊട്രൂഷൻ ആണ്. ഒന്നുകിൽ പോയിന്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലാറ്റൻഡ് ഷേപ്പ്, അതായത് ഇറഗുലർ ഷേപ്പ് ആയിട്ട് മാറിയിരിക്കും അല്ലെ. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് ദ സ്കൾ ബോൺസ്. അങ്ങനെ ഉണ്ടാകുന്നതിനാണ് ഈ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് തിരിച്ച് നോർമൽ ആയിട്ട് തന്നെ വരും. അതിനെയാണ് മോൾഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്കൾ ബോൺസ് ഓവർലാപ്പ് ചെയ്യുന്നതിന് മോൾഡിംഗ് എന്നും, അത് റിവേഴ്സിബിൾ ആണ്. 1, 2, 3 ദിവസങ്ങൾ കഴിയുമ്പോൾ യൂഷ്വലി അത് ഡിസപ്പിയർ ചെയ്യാറാണ് പതിവ്. ഓക്കെ, അത്രയുമാണ്. 4 വേർഡ്സിന്റെ മീനിങ് നിങ്ങൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റ് സക്സിഡനം എന്താണ്? അവിടെ സ്വിറ്റ്സർലൻഡ് ക്രോസ് ചെയ്യുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്കാൽപ്പിനും പെരിയോസ്റ്റത്തിനും ഇടയിലുണ്ടാവുന്നത് ക്യാപിറ്റ് സക്സിഡനം. ഇനി സെഫൽ ഹെമറ്റോമ എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് ക്രോസ് സ്വിറ്റ്സർലാൻഡ് ആൻഡ് ബ്ലീഡിംഗ് ബിറ്റ്വീൻ, ഒരു ഹെമറ്റോമ ഫോമിംഗ് ബിറ്റ്വീൻ പെരിയോസ്റ്റിയം ആൻഡ് സ്കൾ ബോൺ, അതാണ് സെഫലോ ഹെമറ്റോമ. ഇനി മോൾഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, ഫ്ലാറ്റനിങ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ഓഫ് സ്കൾ ബോൺസ്, ഓവർലാപ്പിംഗ് ഓഫ് ഫീറ്റൽ സ്കൾ ബോൺസ് ആണ് ഈ മോൾഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നോർമൽ 2 ദിവസങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നോർമൽ ഷേപ്പിലോട്ട് അത് മാറാറുണ്ട്. ഇനി എപ്യൂഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുമ്പോൾ ഡ്യൂറായ്ക്ക് പുറത്തുണ്ടാകുന്ന ഹെമറ്റോമയാണ് എപ്യൂഡ്യൂറൽ ഹെമറ്റോമ. സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുമ്പോൾ സബ്ഡ്യൂറൽ സ്പേസിൽ, അതായത് സ്പേസ് ബിറ്റ്വീൻ ഡ്യൂറ ആൻഡ് അരഗ്നോയിഡ് മാറ്റർ. അത്രയും ഓർത്തിരിക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതിൽ നിന്ന്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് ലോവർ ലോബക്ടമി. ഓക്കെ, ലെഫ്റ്റ് ലോവർ ലോബക്ടമി ഈസ് പെർഫോംഡ് ഓൺ എ ക്ലയന്റ് വിത്ത് ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ ഉള്ള പേഷ്യന്റിന് ലെഫ്റ്റ് ലോബില് ലോബക്ടമി സർജറി നടന്നു. ദ നഴ്സ് ഷുഡ് എക്സ്പെക്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ടു ഇൻക്ലൂഡ്. അപ്പൊ ഇങ്ങനെ ഒരു ലോബക്ടമി നടന്നു വരുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്താണ്? Closed chest drainage system, bed rest for 48 hours, positioning supine or right side lying, chest physiotherapy. ഏതായിരുന്നു? ഓപ്ഷൻ എ, ക്ലോസ്ഡ് ചെസ്റ്റ് ഡ്രൈനേജ് സിസ്റ്റം. ഇത് ഹാർഡിൽ എന്ത് സർജറി അല്ലെങ്കിൽ ചെസ്റ്റിൽ എന്ത് സർജറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ചെസ്റ്റ് ഡ്രൈനേജ് സിസ്റ്റം അല്ലെ. അവിടെ എക്സ്ട്രാ വരുന്ന ബ്ലീഡിങ്ങും ഫ്ലൂയിഡും ഒക്കെ പുറത്തോട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെസ്റ്റ് ഡ്രൈനേജ് സിസ്റ്റം ഡെഫിനറ്റ്ലി അവിടെ കാണും. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ ഒന്ന്. ഇനി ബെഡ് റെസ്റ്റ് ഫോർ 48 hours, കണ്ടിന്യൂസ് ആയിട്ട് 48 hours ബെഡ് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്? ഇല്ല, പേഷ്യന്റ് ആംബുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കളക്ട് ചെയ്ത് എക്സ്ട്രാ ഫ്ലൂയിഡ് എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് പുറത്തു പോകുള്ളൂ അല്ലെ. അതുപോലെ നമ്മൾ പേഷ്യന്റിനെ 48 hours കണ്ടിന്യൂസ് ബെഡ് റെസ്റ്റ് അല്ല എത്താറുള്ളത്. നെക്സ്റ്റ്, പൊസിഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സുപ്പൈൻ പൊസിഷനിൽ കിടത്താൻ പറ്റില്ല. ഡ്രെയിനേജ് ട്യൂബ് അല്ലെങ്കിൽ ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് സിസ്റ്റം ഉള്ള പേഷ്യന്റ് നമ്മൾ ഒരിക്കലും സുപ്പൈൻ പൊസിഷൻ, ഫ്ലാറ്റ് പൊസിഷൻ കൊടുക്കാറില്ല. എപ്പോഴും ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത്, ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ചെസ്റ്റ് ലെവലിനേക്കാൾ താഴ്ന്നിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സെമി പൗളോസ് പൊസിഷൻ, പൗളോസ് പൊസിഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, അവിടുത്തെ കളക്ടഡ് ഫ്ലൂയിഡ് ഈസി ആയിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത്, ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ഡ്രെയിൻ ചെയ്ത് പുറത്തോട്ട് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സുപ്പൈൻ പൊസിഷൻ ഒരിക്കലും കൊടുക്കില്ല. റൈറ്റ് സൈഡ് ലൈനും ഒരിക്കലും കൊടുക്കില്ല. കാരണം ലെഫ്റ്റ് ലോവർ ലോബക്ടമി എന്ന് പറയുമ്പോൾ അവിടെ എന്താ, റൈറ്റ് സൈഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്ലൂയിഡ് എല്ലാം നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുന്നതല്ല, ഡ്രെയിൻ ചെയ്ത് പുറത്തോട്ട് വരുന്നത്. ഇറ്റ്സ് കോമൺ സെൻസ് അല്ലേ. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് സൈഡ് ലൈൻ, കംപ്ലീറ്റ് സൈഡ് ലൈൻ പൊസിഷനിലേക്ക് കിടത്തി കഴിഞ്ഞാൽ ഈ ട്യൂബുകളെല്ലാം എന്ത് ചെയ്യും, മടങ്ങി പോകൂല. അപ്പൊ അതുകൊണ്ട് അവിടെ ഫ്ലൂയിഡ് ഒന്നും കറക്റ്റ് ആയിട്ട് ഒഴുകി വരാനും പറ്റില്ല, കറക്റ്റ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യില്ല. അതുപോലെ ചെസ്റ്റ് ഫിസിയോതെറാപ്പി നമ്മൾ അവിടെ ഈ സമയത്ത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ മെയിൻ ആയിട്ടുള്ളത് ക്ലോസ്ഡ് ചെസ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം ആണ്. ബാക്കിയുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ്,
ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഓഫ് ദ ക്ലയന്റ് വിത്ത് ലോബക്ടമി വിത്ത് ഇൻക്ലൂഡ് ക്ലോസ്ഡ് ചെസ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം. അവിടെ എന്താണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഡ്രെയിനേജ് സിസ്റ്റം ഷുഡ് ബി ബിലോ ദാൻ 2 to 3 feet ഓഫ് ചെസ്റ്റ്. ഓക്കെ, പേഷ്യന്റിന്റെ ചെസ്റ്റിനേക്കാൾ 2 to 3 feet താഴ്ന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡ്രെയിനേജ് സിസ്റ്റം വെക്കേണ്ടത്, ആ ഒരു ബോട്ടിൽ പ്ലേസ് ചെയ്യേണ്ടത്. കീപ് ട്യൂബിംഗ് പാറ്റന്റ്. ട്യൂബിംഗ് എപ്പോഴും ബ്ലോക്ക് ആകാതെ പാറ്റന്റ് ആയിട്ട് വേണമെങ്കിൽ മിൽക്കിംഗ് ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് ഫ്ലൂയിഡ് ഒഴുകി വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അവരുടെ ബ്ലോക്കുകളോ കിങ്കുകളോ അതായത് ട്യൂബുകളൊന്നും മടങ്ങിയിരിക്കുന്നില്ല എന്നും അത് ക്ലോട്ടുകളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ ഡ്രെയിനേജ് കറക്റ്റ് ആയിട്ട് വരുന്ന ഫ്ലൂയിഡ് എമൗണ്ട് നമ്മൾ നോട്ട് ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം? ആംബുലേറ്റ് ചെയ്യണം. പേഷ്യന്റിനെ ആംബുലേറ്റ് ചെയ്ത് ഫ്ലൂയിഡ് എന്ത് ചെയ്യണം? ഡ്രെയിനേജ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ. Next, sixth question. The nurse is caring for a client with a laryngeal cancer. Laryngeal cancer ഉള്ള ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യാണ്. അപ്പോൾ ആ പേഷ്യന്റിന് ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്തത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. ലാരിഞ്ചൽ ക്യാൻസർ ഉള്ള പേഷ്യന്റിന് താഴെ പറയുന്നതിൽ എന്ത് ഫൈൻഡിങ് ആണ് കാണാത്തത്? നോട്ട് അസോസിയേറ്റഡ് വിത്ത് ലാരിഞ്ചൽ ക്യാൻസർ എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ഹാലിറ്റോസിസ്, ഓപ്ഷൻ ബി ഡിസ്ഫേജിയ, ഓപ്ഷൻ സി ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, ഓപ്ഷൻ ഡി ക്രോണിക് ഹിക്കപ്സ്. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? നമ്മുടെ ലാരിഞ്ചൽ ക്യാൻസറിന് വരാത്തത് ഏതാണ്? നമ്മുടെ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ആണ്. യൂഷ്വലി ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഡൈജസ്റ്റീവ് ട്രാക്ട് ആണ്. ഇത് ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. എക്സ്പെഷ്യലി ഗ്യാസ്ട്രിക് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, ഈസോഫേജിയൽ ക്യാൻസർ ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴാണ് അവിടെ എന്ത് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷന് ഉണ്ടാവുന്നത്. ബാക്കി മൂന്നും ഹാലിറ്റോസിസും ഡിസ്ഫേജിയും ക്രോണിക് ഹിക്കപ്സും ഒക്കെ നമ്മൾ ലാരിഞ്ചൽ ക്യാൻസർ ഉള്ള പേഷ്യന്റിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ്. H. pylori infection is finding associated with gastric cancer, not laryngeal cancer. Okay. Helicobacter pylori is a typical type of bacteria. These germs can enter your body and live in your digestive tract. Digestive tract ilana jeevikan pattunnathu. After many years, they can cause sores called ulcers in the lining of your stomach or upper part of your small intestine. For some people, an infection can lead to stomach cancer. Later stages അത് എന്ത് ചെയ്യാം? stomach cancer ന് കാരണമാകാം. Next, seventh question. A mother asks why her newborn has lost weight since his birth 1 week ago. അതായത് ജനിച്ച് ഒരു ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ കുഞ്ഞിന്റെ വെയിറ്റ് എന്ത് ചെയ്തു? വളരെയധികം കുറഞ്ഞതുപോലെ അമ്മയ്ക്ക് തോന്നി. അപ്പൊ അമ്മ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് വെയിറ്റ് ലോസ് ഇൻ ദ ന്യൂ ബോൺ ഈസ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ദ ന്യൂ ബോൺ ഈസ് ഡീഹൈഡ്രേറ്റഡ്. Option A. Option B. Newborn is hypoglycemic. Option C. The newborn is not used to the formula. The newborn loses weight because of the passage of meconium stools and loss of fluid. Correct option. Option D ആണ്. കാരണം it is normal to have weight loss during first week after birth. Okay. അപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ജനിച്ച ആദ്യത്തെ ആഴ്ചയിൽ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്? മെക്കോണിയം സ്റ്റൂൾ പാസ് ചെയ്യുന്നത് വഴിയും പിന്നെ സ്കിന്നിലൂടെ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നത് വഴി. നോർമലി എന്തായാലും അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ മുങ്ങി കിടക്കുന്ന ഒരു സാധനം, ഒരു വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു സാധനം എടുത്ത് നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും? വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ ഊർന്നു പോകും അല്ലെ? അതേ കാര്യം തന്നെയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കിടക്കുന്ന കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു പുതിയൊരു എൻവയോൺമെന്റിലോട്ട് എത്തുകയാണ്. അപ്പോൾ ശരീരത്തിൽ നിന്നും ഫ്ലൂയിഡ് അവിടെ ലോസ് ഉണ്ടാകും. അതിനൊപ്പം മെക്കോണിയം സ്റ്റൂൾ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ വെയിറ്റ് ലോസ് സംഭവിക്കും. അത് നോർമൽ ആണ് എന്നുള്ളതും, അത് ആദ്യത്തെ ആഴ്ചയിൽ ഉണ്ടാകുന്നത് നോർമൽ ആണെന്നും, എന്നാൽ അത് വീണ്ടും കുഞ്ഞ് അടുത്ത ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തിരിച്ച് നോർമൽ വെയിറ്റിലോട്ട്, അതായത് ഓൾറെഡി ഉള്ള വെയിറ്റിലോട്ട് റിവേർട്ട് ആകും എന്നും അമ്മയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ. ന്യൂബോൺ നോർമലി ലൂസസ് വെയിറ്റ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ്. ആദ്യത്തെ ഒരാഴ്ചയിൽ കുഞ്ഞിന്റെ വെയിറ്റ് എപ്പോഴും കുറയാറുണ്ട്. Loss of 10% is normal due to the passage of meconium stools and fluid loss. ഒരു 10% വരെ വെയിറ്റ് എന്ത് ചെയ്യാം? അതായത് 3 കിലോയുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാം? ഒരു 3 കിലോയിൽ നിന്ന് ഒരു 300 ഗ്രാം വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റ് കുറയാം. 10% വരെ നോർമൽ ആണ്. ആൻഡ് എക്സ്പെക്ടഡ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 7 to 10% ആണ് പറയുന്നത്. പിന്നെ പക്ഷെ അത് 2 ആഴ്ച കഴിയുമ്പോഴേ കുഞ്ഞിന്റെ ജനിച്ച് 2 ആഴ്ച കഴിയുമ്പോൾ ഈ ഒരു നഷ്ടപ്പെട്ട വെയിറ്റ് തിരിച്ച് നമുക്ക് കുഞ്ഞിന് കൂടുന്നതായിട്ട്, നോർമൽ ഫീഡിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ കുഞ്ഞിന് വേറെ അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായി നമുക്ക് കാണാനും പറ്റും. ഡെയിലി 30 ഗ്രാം ആയിട്ട് കൂടുന്നതായിട്ടും മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ.
The nurse is performing discharge teaching on a client with diverticulitis. എന്താണ് diverticulum അല്ലെങ്കിൽ diverticulitis is inflammation of diverticulum. എന്താണ് diverticulum എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ബൾജിങ് ഓഫ് എന്താ കോളോൺ ആണ് അല്ലെ. എന്താ ചെറിയ ചെറിയ ബലൂൺ പോലെയുള്ള ബൾജിങ് ആണ്, കോളോണിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബൾജിങ് ആണ് അത്. അതിനെയാണ് ഡൈവേർട്ടിക്കുലം എന്ന് പറയുന്നത്, ഡൈവേർട്ടിക്കുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈവേർട്ടിക്കുലോസിസ് എന്ന് പറയുന്നത്. എന്താണ് ഡൈവേർട്ടിക്കുല എന്ന് പറയുന്നത്? അതൊരു സിംഗിൾ ബൾജിങ് ആണെങ്കിൽ ഡൈവേർട്ടിക്കുല എന്ന് പറയും. മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോൾ അതിനെ ഡൈവേർട്ടിക്കുലോസിസ് എന്ന് പറയും. അത് ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ അതിനെ ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയും. ഒരു 3 വേർഡിന്റെ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. ഹു ഹാസ് ബീൻ പ്ലേസ്ഡ് ഇൻ എ ലോവർ റെഫേജ് ഡയറ്റ്. അത് ഡൈവേർട്ടിക്കുലോസിറ്റിസ് ഉള്ള പേഷ്യന്റ് സ്പെഷ്യൽ ഡയറ്റ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. അവിടെ കൂടുതൽ ഡൈവേർട്ടിക്കുലം ഫോം ചെയ്യാതിരിക്കാനും അതിന്റെ ഇൻഫ്ലമേഷൻ കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആണ് കൊടുക്കുന്നത്. എക്സ്പെഷ്യലി അവിടെ എന്താ പറയുക, ഹൈ ഫൈബർ ഡയറ്റ്. കോൺസ്റ്റിപ്പേഷൻ ആണ് മെയിൻ ഡൈവേർട്ടിക്കുലം ഫോം ചെയ്യാനുള്ള കാരണം. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ ഫൈബർ ഡയറ്റും നോൺ ഇറിറ്റേറ്റിംഗ് ഡയറ്റും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുകയും ഗ്ലൂട്ടൻ ഡയറ്റ് എന്താ, ടോളറബിൾ ആണെങ്കിൽ ഗ്ലൂട്ടൻ ഡയറ്റ് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. നോൺ ടോളറബിൾ ആണെങ്കിൽ ഗ്ലൂട്ടൻ ഡയറ്റും നമ്മളവിടെ ഗ്ലൂട്ടൻ റിച്ച് ഡയറ്റ് നമ്മളവിടെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്യാസ് ഫോം ചെയ്യുന്ന ടൈപ്പിലുള്ള ഡയറ്റും നമ്മൾ ഡൈവേർട്ടിക്കുലൈറ്റിസിന് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം പേഷ്യന്റിന് ഫ്രീക്വന്റ് ആയിട്ട് ബ്ലോട്ടിംഗ് ഉണ്ടാകും. അതുകൊണ്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഡയറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഡൈവേർട്ടിക്കുലൈറ്റിസിൽ. ഓക്കെ, ഡൈവേർട്ടിക്കുലൈറ്റിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോളോണിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബൾജിങ് ആണിത്. അപ്പോൾ അത് സിംഗിൾ ആണെങ്കിൽ അതിനെ ഡൈവേർട്ടിക്കുല, മൾട്ടിപ്പിൾ ആവുമ്പോൾ ഡൈവേർട്ടിക്കുലോസിസ്, അടുത്ത് അതിന് ഇൻഫ്ലെയിംഡ് ആവുമ്പോൾ അതിനെ എന്ത് പറയും, ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നു. നമ്മൾ നോൺ ഇറിറ്റേറ്റിംഗ്, ഹൈ ഫൈബർ, ലെസ് ഗ്ലൂട്ടോൺ ഓർ റെസ്ട്രിക്റ്റഡ് ഗ്ലൂട്ടൻ ഡയറ്റാണ് നമ്മളവിടെ പേഷ്യന്റ് കൊടുക്കാറ്. എന്തിനു വേണ്ടിയിട്ടാണ്? കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺസ്റ്റിപ്പേഷൻ ഈസ് ദ മേജർ കോസ് ഓഫ് ഡൈവേർട്ടിക്കുലൈറ്റിസ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഡയറ്റാണ് കൊടുക്കുക. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിൽ ഏത് ഡയറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യണം? റോസ്റ്റഡ് ചിക്കൻ ആണോ, നൂഡിൽസ് ആണോ, കുക്ക്ഡ് ബ്രൊക്കോളി ആണോ, കസ്റ്റാർഡ് ആണോ? വി ഷുഡ് അവോയ്ഡ് കുക്ക്ഡ് ബ്രൊക്കോളി. ബ്രൊക്കോളി ഷുഡ് ബി അവോയ്ഡ് ബിക്കോസ് ഇറ്റ് will form gas. It will produce gas inside the digestive tract. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അവോയ്ഡ് ചെയ്യാൻ പേഷ്യന്റിനോട് പറയുന്നത്. നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കോളോൺ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ കാണുന്ന ഓരോ സിംഗിൾ ബൾജിങ്ങിനെയും ഡൈവേർട്ടിക്കുല എന്ന് പറയുന്നു. മൾട്ടിപ്പിൾ ആവുമ്പോൾ ഡൈവേർട്ടിക്കുലോസിസ് എന്ന് പറയുന്നത്, ഇൻഫ്ലെയിംഡ് ആവുമ്പോൾ ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നു. അപ്പൊ നമ്മളോട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റ് ആണ് കൊടുക്കേണ്ടത്. അവിടെ ഗ്യാസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഉണ്ടാകും. സോ വി ഷുഡ് അവോയ്ഡ് കുക്ക്ഡ് ബ്രൊക്കോളി. 9th question, the physician has ordered betaxolol ophthalmic suspension for a patient with open angle glaucoma. Glaucoma എല്ലാവർക്കും അറിയാം. ഗ്ലോക്കോമ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഗ്ലോക്കോമ ഡെവലപ്പ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഉണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഉണ്ട്, അതിൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുണ്ട്. 2 ടൈപ്പ്. കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ്. റെയർ ആണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേഷ്യന്റിന് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു ബിറ്റോപ്റ്റിക് എന്നുള്ള ഡ്രഗ് ഒപ്താൽമിക് സസ്പെൻഷൻ കൊടുക്കുമ്പോൾ പേഷ്യന്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? ട്രൂ ആയിട്ടുള്ള ഈ മെഡിക്കേഷൻ റിഗാർഡിംഗ് ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? ഒപ്റ്റിക് സസ്പെൻഷൻസ് ഓഫ് ബെറ്റോപ്റ്റിക് ഹാവ് നോ സിസ്റ്റമിക് സൈഡ് എഫക്ട്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്നാണോ? ഈ സേഫ് ഫോർ യൂസ് ബൈ പേഷ്യൻസ് ഹു ഹാവ് ഹിസ്റ്ററി ഓഫ് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ എന്നുള്ളതാണോ? അതുപോലെ തന്നെ എന്താണ്? ഡിക്രീസസ് ദ എഫക്ട് ഓഫ് ഇൻസുലിൻ എന്നുള്ളതാണോ? മേ കോസ് ഡിസ്നസ് ആൻഡ് വെർട്ടിഗോ എന്നുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ ബെറ്റോപ്റ്റിക്കിന് ഡിസ്നസും വെർട്ടിഗോയും ഉണ്ടാകും. സൈഡ് എഫക്ട് ഓഫ് ബെറ്റോപ്റ്റിക്. അപ്പൊ ഇവിടെ ഗ്ലോക്കോമ എല്ലാവർക്കും അറിയാവുന്ന ഈസി ആയിരിക്കും. എല്ലാവരും ആദ്യം പഠിക്കുന്ന കണ്ടീഷൻസ് ആണ് അല്ലെ ENT-യിൽ. അപ്പോ ഇവിടെ എന്താണ് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഹൈ കണ്ടീഷൻ ദാറ്റ് ഡാമേജ് ഓപ്റ്റിക് നെർവ്. ഇവിടെ എന്താ ഡാമേജ് ചെയ്യുന്നത്? ഒപ്റ്റിക് നെർവിനെയാണ് ഡാമേജ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒപ്റ്റിക് നെർവ് ഡാമേജ് ചെയ്യുന്നത് വെച്ചാൽ നോർമലി ഉള്ളതിനേക്കാൾ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുമ്പോൾ ഈ പ്രഷർ ഇങ്ങനെ കൂടുതൽ കാരണമാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് അവിടെ ഡാമേജ് ആകുന്നത്. അങ്ങനെയാണ് ഗ്ലോക്കോമ ഡെവലപ്പ് ചെയ്യുന്നത്. ഗ്ലോക്കോമ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത്, അതായത് നമ്മുടെ ഐറിസിനും കോർണിയയ്ക്ക് ഇടയ്ക്കായിട്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നും, ആംഗിൾ ഫോം ചെയ്യാതെ ഉണ്ടാകുന്ന ഗ്ലോക്കോമയെ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്നും അല്ലെങ്കിൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്നുമാണ് പറയുന്നത്. Next is 10th question. The nurse is assisting a client with a diverticulosis to select appropriate food. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഫുഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യാണ്.
വിച്ച് ഫുഡ് ഷുഡ് ബി അവോയ്ഡഡ്, ഏത് ഫുഡാണ് നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യാൻ പേഷ്യന്റിനോട് പറയുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റിപ്പേഷൻ ആണ് കുഞ്ഞിനല്ല ഈ ഒരു പേഷ്യന്റിന് ഈ ഒരു കണ്ടീഷൻ ഡയോട്ടിക്കുലോസിസ് അല്ലെങ്കിൽ ഡയോട്ടിക്കുലൈറ്റിസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. അങ്ങനെയാവുമ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്ന ഡയറ്റുകളെല്ലാം നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യണം. ബ്രാൻ ഫ്ലാക്സ്, പീച്ചസ്, കുക്കുംബർ ആൻഡ് ടൊമാറ്റോ സാലഡ്, ഹോൾ വീറ്റ് ബ്രെഡ്. കറക്റ്റ് ഓപ്ഷൻ സി, കുക്കുംബർ ആൻഡ് ടൊമാറ്റോ സാലഡ് ആണ്. കാരണം സീഡ് ഉള്ള ഫുഡുകൾ എപ്പോഴും എന്താണ് കോൺസ്റ്റിപ്പേഷന് കാരണമാകും. സോ അതുകൊണ്ട് നമ്മൾ കുക്കുംബർ ആൻഡ് ടൊമാറ്റോ സാലഡ് നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് പേഷ്യന്റിനോട് പറയുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ടെലിഗ്രാമിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരെല്ലാം ജോയിൻ ചെയ്യുക. നഴ്സിംഗ് ആസ്പിറൻസ് ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് എല്ലാം എഴുതാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസിൽ ഏതെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാനും ശ്രമിക്കുക. ഓക്കെ, ബൈ.